ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനീസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രണവ് മോഹൻലാൽ നായകനായെത്തിയ ഡൈസ് ഇറെ എന്ന ഹൊറർ സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് മധുസൂദനൻ പോറ്റി എന്ന ഒരു കോൺട്രാക്ടറെ കാണിച്ചുകൊണ്ടാണ്. കൊടുമൺ പോറ്റിയുടെ മകനായിരുന്നു ഈ മധുസൂദനൻ പോറ്റി. കൊടുമൺ പോറ്റി എന്നത് പേര് കേട്ട ഒരു ജോത്സ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല. അത്രയും പേര് കേട്ട ജോത്സ്യന്റെ മകനായ മധുസൂദനൻ പോറ്റി അച്ഛന്റെ ജോലിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതിനാലാണ് കോൺട്രാക്ടറായി ജോലിക്കിറങ്ങിയതും. അങ്ങനെയൊക്കെയാണെങ്കിലും അച്ഛന്റെ എന്തൊക്കെയോ ശക്തികൾ മധുസൂദനൻ പോറ്റിയുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവുകളൊക്കെ മധുസൂദനൻ പോറ്റിക്കും ഉണ്ടായിരുന്നു. അന്ന് ജോലിക്ക് സൈറ്റിലെത്തിയ മധുസൂദനൻ പോറ്റിക്കാണെങ്കിൽ അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്തോ ഒരു വലിയ ആപത്ത് നടക്കാൻ പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം മധുസൂദനൻ ഒരു ഫോൺ കോൾ വരികയാണ്. അതെ, അദ്ദേഹം കരുതിയതുപോലെ തന്നെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ ബന്ധത്തിനുള്ള കനി എന്നൊരു പെൺകുട്ടി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മധുസൂദനൻ സംഭവം നടന്ന സ്ഥലത്തെത്തി. അതേസമയം അവിടെ നാട്ടുകാരും പോലീസുകാരും എല്ലാം ചേർന്ന് കിണറ്റിൽ വീണ് മരിച്ച കനി എന്ന പെൺകുട്ടിയുടെ ബോഡി കിണറിനുള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്തിരുന്നു. അതുകൊണ്ട് കനിയുടെ അച്ഛനും അമ്മയുമെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. എന്നാൽ കനിയുടെ സഹോദരൻ കിരൺ ആണെങ്കിൽ ആ ബോഡി കണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. കാരണം കിരണായിരുന്നു കനിയുടെ ബോഡി ആദ്യം കിണറ്റിൽ കണ്ടത്. മാത്രവുമല്ല ആ ബോഡി വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായിരുന്നെന്ന് തോന്നുന്നു. കാരണം മുഖമെല്ലാം വിളറി വെളുത്ത് കണ്ണിന്റെ കൃഷ്ണമണിയെല്ലാം മുകളിലേക്ക് ഉയർന്ന് പകൽ ആളുകൾ കണ്ടാൽ പോലും പേടിച്ചു വിറച്ച് ചത്തുപോകുന്ന രീതിയിലായി മാറിയിരുന്നു കനിയുടെ മുഖം. അതേസമയം സീൻ കട്ടായി ഒരു വലിയ ബംഗ്ലാവ് പോലെയുള്ള ഒരു വീട് കാണിക്കുകയാണ്. ഒപ്പം ആ വീട്ടിലെ പണക്കാരൻ പയ്യനെയും. ആ പയ്യന്റെ പേര് റോഹൻ എന്നാണ്. ഈ റോഹനാണ് നമ്മുടെ ഈ സിനിമയിലെ നായകനും. റോഹൻ ആളൊരു ആർക്കിടെക്ട് ആണ്. റോഹന്റെ ഫാമിലി പാരമ്പര്യമായി വലിയ പണക്കാർ തന്നെയായിരുന്നു. റോഹന്റെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് യുഎസിലാണുള്ളത്. റോഹൻ ഇവിടെ നിൽക്കാൻ കാരണം റോഹന്റെ അച്ഛൻ ശങ്കറിന് ശങ്കർ അസോസിയേറ്റ് എന്ന പേരിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് റോഹനായിരുന്നു. അതിനാലാണ് റോഹൻ യുഎസിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നതും. പാരമ്പര്യമായി പണക്കാരായിരുന്നെങ്കിലും റോഹൻ അതിന്റെ അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. റോഹൻ എപ്പോഴും തന്റെ ജീവിതം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാനായിരുന്നു താല്പര്യം. അതായത് എപ്പോഴും പാർട്ടി, പെണ്ണ്, കള്ള്, എൻജോയ്മെന്റ്, ഇതൊക്കെയായിരുന്നു റോഹന്റെ താല്പര്യങ്ങൾ. പെണ്ണെന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടൊരു കാമുകിയെ വെക്കാൻ റോഹനും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റോഹന്റെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് യുഎസിലായിരുന്നതിനാൽ തന്നെ റോഹൻ ഇടയ്ക്കിടയ്ക്ക് തന്റെ വീട്ടിൽ കൂട്ടുകാരുമൊക്കെയായി പാർട്ടി നടത്താറുണ്ടായിരുന്നു. ഇന്നും റോഹന്റെ വീട്ടിൽ അങ്ങനെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ റോഹന്റെ കൂടെ ഒരു കാമുകിയും ഉണ്ടായിരുന്നു. അത് റോഹന്റെ കാമുകിയൊന്നുമല്ല, വേറെ ആരുടെയോ കാമുകിയായിരുന്നു. അങ്ങനെ പാർട്ടിയെല്ലാം അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഹന്റെ ഒരു കൂട്ടുകാരൻ റോഹന്റെ അടുത്ത് വന്നിട്ട്, നീ കുറച്ചുനാൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന കനിയില്ലേ, അവൾ 2 ദിവസം മുമ്പ് സൂയിസൈഡ് ചെയ്തു. ഇന്ന് അവളുടെ ഫ്യൂണറൽ ആയിരുന്നു. നമുക്ക് നാളെ ഒന്ന് അവളുടെ വീട് വരെ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് രോഹൻ കുറച്ചുനേരം സ്റ്റക്കായി നിന്നുപോയി. അങ്ങനെ അടുത്ത ദിവസം രോഹൻ തന്റെ കൂട്ടുകാരനെയും കൂട്ടി കനിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കനിയുടെ വീട്ടിലെ കർമ്മങ്ങളെല്ലാം തലേ ദിവസം തന്നെ കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ കനിയുടെ വീട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കനിയുടെ വീട്ടിലെത്തിയ രോഹനും കൂട്ടുകാരനും കനിയുടെ റിലേറ്റീവായ കോൺട്രാക്ടർ മധുസൂദനന്റെ അടുത്താണ് എത്തിയത്. മധുസൂദനനാണെങ്കിൽ രാഹുലിന്റെ അച്ഛൻ ശങ്കറിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതായത് രണ്ടുപേരും ഒരേ ഫീൽഡിൽ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അതിനാൽ തന്നെ മധുസൂദനൻ രാഹുലിനോട് ഒരു ചെറിയ കെയറിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മധുസൂദനൻ രോഹനെയും കൂട്ടുകാരനെയും കനിയുടെ ക്ലാസ്മേറ്റ്സ് ആണെന്നും പറഞ്ഞ് കനിയുടെ അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വിഷമിച്ചിരിക്കുന്ന കനിയുടെ അച്ഛനോടും അമ്മയോടും എന്ത് പറയണമെന്ന് രോഹൻ അറിയില്ലായിരുന്നു. എന്നാൽ കനിയുടെ സഹോദരൻ കിരണിനെ രോഹന് നേരത്തെ മുതലേ അറിയാമായിരുന്നു. അതിനാൽ തന്നെ രോഹൻ കിരണിന്റെ അടുത്തേക്ക് പോവുകയാണ്. രോഹൻ കിരണിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് കനിയുടെ റൂം കാണുന്നത്. അങ്ങനെ രോഹൻ കനിയുടെ റൂമിനകത്തേക്ക് കയറുകയാണ്. അതേസമയം ആ റൂമിലെ ഒരു മേശയിൽ ഒരു ചുവന്ന കളർ ക്ലിപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രോഹനാണെങ്കിൽ ആ ക്ലിപ്പ് എടുത്ത് തന്റെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചു നോക്കുകയാണ്. അങ്ങനെ കുറച്ചുനേരം കനിയുമായുള്ള പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച രോഹൻ ആ ക്ലിപ്പ് ആ മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് കനിയുടെ സഹോദരൻ കിരണിന്റെ അടുത്തേക്ക് പോവുകയാണ്. കിരണാണെങ്കിൽ പേടിയാണോ സങ്കടമാണോ എന്നറിയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. രോഹനെ കണ്ട കിരൺ പറയുകയാണ്, ചേട്ടാ, ഞാനാണ് ചേച്ചിയെ കിണറ്റിൽ ആദ്യം കണ്ടത്. ചേച്ചിയെ പുറത്തെടുത്തപ്പോഴുള്ള ആ മുഖം എന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല ചേട്ടാ എന്നും പറഞ്ഞ് കരയുകയാണ്. അത് കണ്ട രോഹൻ, നീ വേണം നിന്റെ അച്ഛനും അമ്മയ്ക്കും ധൈര്യം പകർന്നു കൊടുക്കാൻ. അങ്ങനെയുള്ള നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്തു ചെയ്യും? പോട്ടെ, എല്ലാം ശരിയാകും. നിനക്ക് കാശിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് എന്നും പറഞ്ഞ് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രിയായപ്പോഴാണ് രോഹൻ തന്റെ വീട്ടിലെത്തിയത്. അങ്ങനെ രോഹൻ തന്റെ റൂമിൽ വന്നു നോക്കുമ്പോഴതാ കനിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കനിയുടെ റൂമിൽ
റൂമിലെ മേശപ്പുറത്തു നിന്നും എടുത്തു നോക്കിയ ചുവന്ന ക്ലിപ്പ് തന്റെ റൂമിലുള്ള മേശപ്പുറത്തിരിക്കുന്നു. അതുകണ്ട രോഹൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാതെ ആ ക്ലിപ്പ് തന്റെ മേശയിലെ ട്രോയ്ക്കകത്തിട്ടതിനു ശേഷം കിടന്നുറങ്ങുകയാണ്. യാത്രാക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. കിടന്ന ഇടം തന്നെ രോഹൻ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് രോഹന്റെ റൂമിന് പുറത്താരോ ചിലങ്കിയിട്ട് നടക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ചിലങ്കിയുടെ ശബ്ദം കേട്ട് രോഹൻ ഉണരുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ രോഹൻ റൂമിന്റെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഉള്ളിൽ ചെറിയ പേടിയുണ്ടായിരുന്ന രോഹൻ വാതിലും ജനലുമെല്ലാം നല്ലതുപോലെ കുറ്റിയിട്ട് വീണ്ടും ഉറങ്ങുന്നതിനായി കട്ടിലിലേക്ക് വരികയാണ്. എന്നാൽ ആ സമയം ആരോ ഒരാൾ തന്റെ തലയിൽ തലോടിയിട്ട് പോകുന്നത് പോലെ രോഹന് തോന്നുകയാണ്. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം രാവിലെ മധുസൂദനൻ പേട്ടിയുടെ വീട് കാണിക്കുകയാണ്. മധുസൂദനന്റെ കൂടെ മധുസൂദനന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയാണെങ്കിൽ കിടപ്പിലുമായിരുന്നു. തന്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം മധുസൂദനൻ തന്നെയായിരുന്നു നോക്കിയിരുന്നതും. മധുസൂദനന്റെ അമ്മ മധുസൂദനനോട് ചോദിക്കുകയാണ്, നീ ഇനിയും എത്ര നാൾ ഈ പൊടിയും മണ്ണുമെല്ലാം അടിച്ച് കോൺട്രാക്ടർ ജോലി ചെയ്യും? നിനക്കും നിന്റെ അച്ഛനെ പോലെ ജോൽസിന്റെ ജോലി ചെയ്യാമായിരുന്നില്ലേ? നിന്റെ അച്ഛന്റെ ശക്തി കുറെയൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിന്റെ അച്ഛന്റെ ശക്തിയാണ് ആ കനി ആത്മഹത്യ ചെയ്യുമെന്ന് നിനക്ക് നേരത്തെ കാണിച്ചു തന്നത്. ഈ കാര്യം നീ നേരത്തെ കനിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കനിയെ അതിൽ നിന്നും തടയാമായിരുന്നു. എന്നാൽ മധുസൂദനാണെങ്കിൽ ജോത്സ്യൻ പണിയിലൊന്നും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അമ്മയോട് ഞാൻ ഈ കോൺട്രാക്ടർ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്നും പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാത്രിയിൽ രോഹൻ തന്റെ റൂമിൽ കിടന്നുറങ്ങുന്നതായി കാണിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് രോഹന് തന്റെ തലമുടിയിൽ ആരോ തലോടുന്നതായി തോന്നി ഞെട്ടി ഉണരുകയാണ്. പേടിച്ചുപോയ രോഹൻ തന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നെങ്കിലും ആരോ രോഹനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ രോഹനാണെങ്കിൽ ആരെയും കാണാനും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഇടി നല്ലതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. രോഹൻ ഇടി കൊള്ളാതിരിക്കാൻ കൈകൾ വെച്ച് തടയുന്നുണ്ടെങ്കിലും ഇടിക്കുന്നതാരാണെന്ന് കാണാൻ കഴിയാത്തതിനാൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇടിയെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടി കൊണ്ട് അവസാനം രോഹന്റെ ബോധം പോയി. അടുത്ത ദിവസം തന്റെ വീട്ടിലെ സെക്യൂരിറ്റിയുടെയും ജോലിക്കാരുടെയും വിളി കേട്ടാണ് രോഹൻ ഉണരുന്നത്. രോഹനാണെങ്കിൽ ആ സമയം ഹാളിലെ സോഫയിലായിരുന്നു കിടന്നിരുന്നത്. സെക്യൂരിറ്റി രോഹനോട് പറയുകയാണ്, സാറ് ഞങ്ങൾ വരുമ്പോൾ സാറ് സ്റ്റെപ്പിനടുത്തായിരുന്നു കിടന്നിരുന്നത്. ഞങ്ങൾ കുറെ തവണ വിളിച്ചു നോക്കി, പക്ഷേ സാർ വിളി കേട്ടിരുന്നില്ല. അതിനാൽ സാറിന്റെ അച്ഛനോട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നു. അത് കേട്ട് രോഹന് നല്ല കലിപ്പാവുന്നുണ്ടായിരുന്നു. കാരണം താൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞാൽ അച്ഛൻ യുഎസിലേക്ക് വരാൻ പറയും. അത് തന്റെ അടിച്ചുപൊളി ലൈഫിനെ ബാധിക്കുകയും ചെയ്യും. അതെ, രോഹൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. രോഹന്റെ അച്ഛൻ ശങ്കർ രോഹനെ വിളിച്ച് അടുത്ത ആഴ്ചത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാൻ പറയുകയാണ്. രോഹൻ ഇവിടെ നിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് കുറച്ചു ദിവസത്തേക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കാമെന്ന് കരുതി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. രോഹന് രാത്രിയിൽ തന്റെ തലമുടി ആരോ തടവുന്നത് പോലെ എപ്പോഴും തോന്നുമായിരുന്നല്ലോ. അപ്പോഴാണ് രോഹൻ ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് കനിയുമായി ഡേറ്റിംഗിലായിരുന്ന സമയത്ത് കനി എപ്പോഴും തന്റെ തലമുടി ഇങ്ങനെ തടവുമായിരുന്നു. അതായത് തനിക്ക് രോഹന്റെ തലമുടി വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ രോഹൻ തന്റെ തലമുടി പറ്റ വെട്ടിയതിനു ശേഷം കനിയുടെ റിലേറ്റീവായ കോൺട്രാക്ടർ മധുസൂദനെ കാണാൻ പോവുകയാണ്. രോഹൻ മധുസൂദനോട് പറയുകയാണ്, നമ്മൾ തമ്മിലാകെ ഒരു ദിവസത്തെ പരിചയമുള്ളൂ. അതിനാൽ ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാനും കനിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങൾ തമ്മിൽ കുറച്ചുനാൾ റിലേഷനിലുമായിരുന്നു. ആദ്യമൊക്കെ അവൾക്കും ഓക്കെ ആയിരുന്നു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് കല്യാണം കഴിക്കണമെന്നെല്ലാം പറയാൻ തുടങ്ങി. എന്നാൽ എനിക്കാണെങ്കിൽ അതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ഞാൻ അവളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിയതാണ്. പിന്നെ ഞാൻ അവളെക്കുറിച്ച് അറിയുന്നത് അവൾ ആത്മഹത്യ ചെയ്തെന്നുള്ള കാര്യമാണ്. അതെല്ലാം കേട്ട മധുസൂദനൻ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് രോഹൻ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. കാരണം കനി ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ദേഹത്തുള്ള പാടുകളെല്ലാം അവൾ കാരണം ഉണ്ടായതാണ്. ഞാൻ എന്ന് അവളുടെ വീട്ടിൽ പോയിട്ട് വന്നത് മുതൽ അവൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കൊന്ന് ഇറങ്ങിയിട്ട് 2-3 ദിവസങ്ങളായി. ഈ കാര്യങ്ങളെല്ലാം കനിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മധുസൂദനൻ പറഞ്ഞു, ഒന്നാമത് കനിയുടെ മരണത്തിൽ ആ കുടുംബം തകർന്നിരിക്കുകയാണ്. അതിന്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാം. കാരണം ഞങ്ങളുടെ ആചാരപ്രകാരം മരിച്ചവന്റെ 16-ാം നാൾ ഒരു കർമ്മം ചെയ്യാറുണ്ട്. അതിന് 16 എന്നാണ് പറയുക. ഒരുപക്ഷെ ഈ 16-ാം നാളിലെ കർമ്മങ്ങളോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചേക്കാം. 16-ന് ഇനി അധികം നാളൊന്നുമില്ലല്ലോ. നമുക്ക് അതുവരെ ഒന്ന് കാത്തിരിക്കാം. അങ്ങനെ വീട്ടിലെത്തിയ രോഹൻ തന്റെ ജോലിക്കാരോടെല്ലാം ഈ വീട്ടിലെ ലൈറ്റുകളെല്ലാം ഇനി ഫുൾ ടൈം ഓൺ ആയിരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ കനിയുടെ 16-ാം നാളിലെ കർമ്മങ്ങൾ നടക്കുന്നതായി കാണിക്കുകയാണ്. ആ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ രോഹനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം
പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച സന്തോഷത്താലും അടുത്ത ദിവസം യുഎസിലേക്ക് പോകുന്ന കാരണത്താലും രോഹൻ തന്റെ കൂട്ടുകാരെ എല്ലാം വീട്ടിലേക്ക് വിളിച്ച് ഒരു പാർട്ടി നടത്തുകയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ കനിയുടെ സഹോദരൻ കിരണും വന്നിട്ടുണ്ടായിരുന്നു. രോഹനാണെങ്കിൽ കിരണിനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ടായിരുന്നു. കിരൺ ആണെങ്കിൽ നല്ല സങ്കടത്തിലാണ് അവിടേക്ക് വന്നത്. അതിനാൽ രോഹൻ കിരണിനെ തന്റെ വീടിന്റെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് പറയുകയാണ്, നടന്ന കാര്യങ്ങളെല്ലാം മറക്കാനും നീ ഒന്ന് കൂളാകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് നിന്നെ വിളിച്ചത്. ഇവിടെ വന്നിട്ടും നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കുക? നീ ഇനിയും നിന്റെ ചേച്ചിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ മരിച്ചുപോയ ചേച്ചിയൊന്നും തിരികെ വരാൻ പോകുന്നില്ല. രോഹൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഒപ്പം ആ ചിലങ്കയുടെ ശബ്ദവും. അത് കേട്ട് രോഹനെ വിറയ്ക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ അതാ ടെറസിൽ നിന്നിരുന്ന കനിയുടെ അനിയൻ കിരണിനെ എന്തോ ഒരു ശക്തി വന്ന് തള്ളി താഴേക്കിടുകയാണ്. അത് കണ്ട രോഹൻ കിരണിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രോഹനെ കൊണ്ട് അവന് കഴിഞ്ഞില്ല. ടെറസിൽ നിന്നും വീണ കിരണിനാണെങ്കിൽ തന്റെ രണ്ടു കാലുകളും ഒടിഞ്ഞിഞ്ഞുറുങ്ങി തലയ്ക്കും നല്ല രീതിയിൽ പരിക്കു പറ്റിയിരുന്നു. അങ്ങനെ കിരണിനെ രോഹൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് കിരണിന്റെ അച്ഛനും അമ്മയും എല്ലാം ആശുപത്രിയിൽ എത്തിയിരുന്നു. ഒപ്പം മധുസൂദനും ഉണ്ടായിരുന്നു. മധുസൂദനൻ രോഹന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ. അതിന് രോഹൻ, അതല്ല ചേട്ടാ, 16ന്റെ കർമ്മങ്ങൾ ചെയ്തിട്ടും കനി ഇവിടെ നിന്നും പോയിട്ടില്ല, അവളാണ് ഇത് ചെയ്തത്. അതിന് മധുസൂദനൻ, നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, തൽക്കാലം മോൻ ഇവിടെ നിന്നും പോയിക്കോളൂ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയതിനു ശേഷം ഞാൻ വിളിച്ചോളാം. അങ്ങനെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ രോഹൻ തന്റെ റൂമിലുണ്ടായിരുന്ന കനിയുടെ ക്ലിപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്റെ വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓഫ് ആകുകയാണ്. ഒപ്പം ആ ചിലങ്കയുടെ ശബ്ദവും വരാൻ തുടങ്ങി. ആ ബംഗ്ലാവ് പോലെയുള്ള വീട്ടിൽ രോഹൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്കാരെല്ലാം പകല് മാത്രമേ വരാറുള്ളൂ. അങ്ങനെ ആ ചിലങ്കയുടെ ശബ്ദം രോഹന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഒപ്പം രോഹനെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ രോഹൻ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഇപ്പോഴാണ് ഈ സിനിമയിലെ ഒരു വലിയ ട്വിസ്റ്റ് കാണിക്കുന്നത്. അതായത് രോഹൻ ഇത്രയും നാളും കരുതിയിരുന്നത് തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കനിയുടെ ആത്മാവാണെന്നല്ലേ. എന്നാൽ രോഹനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മെലിഞ്ഞു പൊക്കമുള്ള ഒരു മെയിൽ ആത്മാവായിരുന്നു. അതെ, രോഹനെ ഇത്രയും നാളും ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് കനിയായിരുന്നില്ല. പിന്നെ ആരാണ് ഈ പുതിയ അവതാരം? അടുത്ത ദിവസം രാവിലെ രോഹൻ വിളിച്ചതനുസരിച്ച് മധുസൂദനൻ രോഹന്റെ വീട്ടിലേക്ക് വരികയാണ്. രോഹൻ മധുസൂദനോട് പറയുകയാണ്, നമ്മൾ ഇത്രയും നാളും കരുതിയതുപോലെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് കനിയല്ല, ഒരു മെയിൽ ആത്മാവാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മധുസൂദനൻ ആ വീടെല്ലാം ചുറ്റിക്കറങ്ങി നോക്കിയതിനു ശേഷം രോഹനോട് ചോദിക്കുകയാണ്, ഈ അടുത്തെങ്ങാനും നിങ്ങൾ ഏതെങ്കിലും മരിച്ച വീട്ടിലോ മോർച്ചറിയിലോ ശ്മശാനത്തിലോ വല്ലതും പോയിരുന്നോ? അതിന് രോഹൻ, കനിയുടെ വീട്ടിലല്ലാതെ ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല എന്ന് പറയുകയാണ്. അതിന് മധുസൂദനൻ, കനിയുടെ വീട്ടിൽ വെച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതിന് രോഹൻ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിരുന്നില്ല, ഞാനന്ന് കനിയുടെ സഹോദരൻ കിരണുമായി കുറച്ചുനേരം സംസാരിച്ചു, അതിനുശേഷം കനിയുടെ റൂമിനകത്തൊന്ന് കയറിയായിരുന്നു. ആ സമയം അന്ന് ആ റൂമിൽ വെച്ച് കനിയുടെ ഒരു ഹെയർ ക്ലിപ്പ് ഞാൻ എടുത്തിരുന്നു, പക്ഷേ അത് അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മധുസൂദനൻ പറയുകയാണ്, ഒരു പക്ഷേ അതായിരിക്കാം എല്ലാത്തിന്റെയും തുടക്കം. അതായത് ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹങ്ങളോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായും ഈ ഭൂമി വിട്ടു പോവുകയില്ല. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ ഉപദ്രവിച്ചത് കനിയല്ലെങ്കിൽ കനിയുടെ വസ്തുക്കൾക്ക് അവകാശമുള്ള മറ്റാരോ കൂടിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അന്ന് അവളുടെ മുറിയിൽ കയറിയപ്പോൾ അയാളും ആ മുറിക്കകത്തുണ്ടായിരുന്നിരിക്കണം. നിങ്ങൾ ആ ഹെയർ ക്ലിപ്പ് എടുത്തത് അയാൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് അയാൾ നിങ്ങളെ പിന്തുടർന്ന് ഇവിടെ എത്തിയതാകാം. നിങ്ങൾ ഉറങ്ങുന്നതും ഉണരുന്നതും എന്തിന്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വരെ അയാൾ കാണുന്നുണ്ടാകാം. അയാൾ ആരാണ്, കനിയും അയാളും തമ്മിൽ എന്താണ് ബന്ധം, എന്തിനയാൾ നിങ്ങളെ ഉപദ്രവിക്കണം? ഇതൊക്കെ അറിയണമെങ്കിൽ ഇത് തുടങ്ങിയ സ്ഥലത്ത് നമ്മൾ എത്തണം, അതായത് കനിയുടെ വീട്. അങ്ങനെ മധുസൂദനൻ രോഹനെയും കൂട്ടി കനിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. രോഹൻ അന്ന് കനിയുടെ വീട്ടിൽ വെച്ച് ഹെയർ ക്ലിപ്പ് എടുത്തിരുന്നെങ്കിലും അത് തിരികെ അവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. എന്നാൽ രോഹൻ തന്റെ വീട്ടിലെത്തുമ്പോൾ ആ ഹെയർ ക്ലിപ്പ് തന്റെ റൂമിലെ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതിനാൽ രോഹൻ മധുസൂദനന്റെ കൂടെ കനിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ തന്റെ വീട്ടിലുണ്ടായിരുന്ന കനിയുടെ ഹെയർ ക്ലിപ്പ് കനിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ കനിയുടെ വീട്ടിലെത്തിയ മധുസൂദനനും രോഹനും കനിയുടെ റൂം പരിശോധിക്കുമ്പോഴാണ് കനി ഡാൻസ് കളിക്കുമ്പോൾ കാലിൽ കെട്ടുന്ന ചെലങ്ക അവിടെ കാണുന്നില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ മധുസൂദനൻ രോഹനോട് പറയുകയാണ്, കനിയുടെ ഈ ചിലങ്ക എടുത്തത് ആരാണോ അയാളാണ് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് രോഹൻ, കനിയുടെ ജീവിതത്തിൽ ഞാനല്ലാതെ വേറെ ഒരാൾ ഉണ്ടായിരുന്നതായി എനിക്കറിയില്ല. കനിയുടെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരാൾ ഉണ്ടാകാനും സാധ്യത കുറവാണ്. അതിന് മധുസൂദനൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ വീട്ടുജോലിക്കാർക്ക് അറിയാൻ പറ്റും എന്നും പറഞ്ഞ് കനിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന എൽസമ്മ എന്ന ചേച്ചിയുടെ വീട്ടിലേക്ക് രോഹനെയും കൂട്ടി
മധുസൂദനൻ പോവുകയാണ്. അങ്ങനെ മധുസൂദനൻ എൽസമ്മയോട് കനിയെപ്പറ്റി ചോദിക്കുകയാണ്. അതിന് എൽസമ്മ കനി ആരോടും വലിയ മിണ്ടാട്ടമൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടിയായിരുന്നു. ആകെ വീട് വിട്ട് പുറത്തു പോകുന്ന ഡാൻസ് ക്ലാസ്സിലേക്കാണ്. ഡാൻസ് ക്ലാസ് കഴിഞ്ഞാലുടൻ വീട്ടിലേക്കും വരും. ആ വീടിനെന്തോ കാര്യമായ ശാപം കിട്ടിയിട്ടുണ്ട് സാറ്, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കനിയുടെ അനിയൻ എവിടെയോ പോയി വീണ് കയ്യും കാലും എല്ലാം ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്നത്. അതെല്ലാം കേട്ട് രോഹൻ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോയിരുന്നു. അത് കണ്ട മധുസൂദനൻ രോഹനോട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിച്ചിട്ട് നാളെ രാവിലെ നിങ്ങളെ ഫോൺ വിളിക്കാം. തൽക്കാലം ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിക്കുന്നത് വരെ നിങ്ങൾ ആ വീട്ടിൽ താമസിക്കേണ്ട, ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കുന്നതാണ് നല്ലത്. അങ്ങനെ മധുസൂദനൻ പറഞ്ഞതുപോലെ രോഹൻ തന്റെ വീട്ടിൽ പോയി ബാഗും ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് തന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം അന്ന് രാത്രി മധുസൂദനന്റെ വീട് കാണിക്കുകയാണ്. മധുസൂദനൻ ആ സമയം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മധുസൂദനന്റെ വീടിനകത്തും പുറത്തുമെല്ലാം കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. ഒപ്പം തന്റെ മുമ്പിലുണ്ടായിരുന്ന ചെയറുകളെല്ലാം അനങ്ങാൻ തുടങ്ങി. അതെല്ലാം കണ്ട് മധുസൂദനൻ ആദ്യം പേടിച്ചു പോയെങ്കിലും പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് തന്റെ വീട്ടിലുള്ള പൂജാ റൂമിനകത്തേക്ക് പോയി വിളക്ക് കത്തിച്ച് മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ എല്ലാം ശാന്തമായി. അങ്ങനെ മധുസൂദനനും അതാരാണെന്ന് കണ്ടെത്താനുള്ള വാശിയായി. അതിനാൽ തന്നെ അടുത്ത ദിവസം മധുസൂദനൻ രോഹനെയും കൂട്ടി കനി ഡാൻസ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഡാൻസ് സ്കൂളിലേക്ക് പോവുകയാണ്. ആ ഡാൻസ് സ്കൂളിലെ കനിയുടെ ഒരു കൂട്ടുകാരിയോട് മധുസൂദനൻ കനിയെപ്പറ്റി ചോദിക്കുകയാണ്. അതിനാ കൂട്ടുകാരി ഞങ്ങൾ ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരായിരുന്നെന്നും കനി ആരോടും വഴക്കിനൊന്നും പോകാത്ത ഒരു പാവം കുട്ടിയായിരുന്നെന്നുമെല്ലാം അവരോട് പറയുകയാണ്. അതിന് മധുസൂദനൻ ഇവിടെ ആൺകുട്ടികൾ ആരെങ്കിലും ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനാ കൂട്ടുകാരി ഇല്ല, ഇവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല കനിക്ക് അങ്ങനെ ഒരു ആൺസുഹൃത്തുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയേണ്ടതാണ്. കാരണം അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് യാതൊരു തെളിവും കിട്ടാതെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ആ കൂട്ടുകാരി അവരോട് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഞാനും കനിയും എപ്പോഴും ഡാൻസ് സ്കൂളിലേക്ക് ഒരുമിച്ചാണ് വരുന്നത്. കുറച്ചു മാസം മുമ്പ് ഒരു ദിവസം ഞാനും കനിയും ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മഴ വന്നു. മഴ നനയാതിരിക്കാൻ ഞാനും കനിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിനകത്താണ് കയറി നിന്നത്. ആ സമയം ആ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിലുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയിലെ ഒരാൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരം ബസ് കയറാൻ പോകുമ്പോൾ അയാൾ അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ അതത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. എന്നാൽ ഒരു ദിവസം അയാൾ ഞങ്ങളുടെ ഡാൻസ് സ്കൂളിന്റെ മുമ്പിൽ വന്ന് കുറെ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് അയാളുടെ നോട്ടവും നിൽപ്പുമെല്ലാം കണ്ടിട്ട് എനിക്ക് നല്ലതുപോലെ പേടിയായി. അയാൾ നോക്കുന്നത് കനിയെയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കനിയോട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷെ കനി അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പിന്നീട് കുറച്ചു നാളുകൂടി അയാൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ കുറെ നാളായിട്ട് അയാളെ പിന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അതെല്ലാം കേട്ട് രോഹൻ ആ കൂട്ടുകാരിയോട് അയാളെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അതിനാ കൂട്ടുകാരി അത് നല്ല മെലിഞ്ഞ ഒരാളായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ മധുസൂദനും രോഹനും കൂടി ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി കനിയുടെ കൂട്ടുകാരി പറഞ്ഞ ആളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ കടയുടെ ഓണർ അവരോട് അവന്റെ പേര് ഫിലിപ്പ് എന്നാണെന്നും അവനാള് അത്ര കുഴപ്പക്കാരനൊന്നുമല്ലെന്നും അവനെ സെന്റ് ജോസഫ് പള്ളിയിലെ അച്ഛനാണ് ഇവിടെ കൊണ്ടാക്കിയതെന്നും 1-2 മാസം ഇവിടെ നിന്നതിനു ശേഷം ഇപ്പോൾ സൗദിയിലേക്ക് പോയിരിക്കുകയാണെന്നും പറയുകയാണ്. ആ കടയിൽ നിന്നും വിവരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മധുസൂദനൻ രോഹനോട് ചോദിക്കുകയാണ് ഇനി നമ്മൾ അന്വേഷിക്കുന്ന ആൾ ഈ ഫിലിപ്പ് തന്നെ ആയിരിക്കുമോ? അതിന് രോഹൻ നമുക്കൊരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഈ ഫിലിപ്പ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിന് മധുസൂദനൻ രോഹനോട് ഈ കടക്കാരൻ പറഞ്ഞതനുസരിച്ച് ആ സമയത്ത് ഈ പ്രദേശത്ത് നിന്നും ഏജന്റുമാർ വഴി സൗദിയിലേക്ക് ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്. കനിയുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന എൽസമ്മയുടെ മകൻ മനുവും ആ കൂട്ടത്തിലാണ് സൗദിയിലേക്ക് പോയത്. അതിന് രോഹൻ എങ്കിൽ നമുക്ക് ആ ഏജന്റുമാരുടെ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഫിലിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ കടക്കാരൻ പറഞ്ഞ സെന്റ് ജോസഫ് പള്ളിയിലെ അച്ഛനെ പോയി കണ്ട് ഫിലിപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കണം. ഞാൻ എൽസമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി മനുവിനെ സൗദിയിലേക്ക് കൊണ്ടുപോയ ഏജന്റിന്റെ നമ്പർ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ മധുസൂദനൻ സെന്റ് ജോസഫ് പള്ളിയിലെ അച്ഛനെ പോയി കണ്ട് ഫിലിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. പള്ളിയിലച്ഛൻ മധുസൂദനോട് ഫിലിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പം ഫിലിപ്പിന്റെ ഒരു ഫോട്ടോയും അച്ഛൻ മധുസൂദനെ കാണിക്കുകയാണ്. ആ ഫോട്ടോ കണ്ട മധുസൂദനൻ ഞെട്ടിപ്പോയി. അതേസമയം രോഹനെ കാണിക്കുകയാണ്. രോഹൻ ഇവിടെ എൽസമ്മ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എൽസമ്മ ചേച്ചിയോട് മനുവിനെ സൗദിയിലേക്ക് കൊണ്ടുപോയ ഏജന്റിന്റെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എൽസമ്മ ചേച്ചി ഏജന്റിന്റെ നമ്പർ എടുക്കാനായി അകത്തേക്ക് പോകുമ്പോഴാണ് രോഹൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന മനുവിന്റെ ഫോട്ടോയിൽ ഫിലിപ്പ് എന്നായിരുന്നു എഴുതിയിരുന്നത്. അത് കണ്ട രോഹൻ എൽസമ്മ ചേച്ചിയോട് മനുവിന്റെ ശരിക്കുള്ള പേര് ഫിലിപ്പ് എന്നാണോ എന്ന് ചോദിക്കുകയാണ്. അതിന് എൽസമ്മ ചേച്ചി അതെ, അതവന്റെ പള്ളിയിലെ പേരാണ്
വീടാണ് എന്ന് പറയുകയാണ്. അത് കേട്ട് രോഹൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. അങ്ങനെ രോഹനും പതിയെ ആ വീടിനകത്ത് കയറി ആ വീടെല്ലാം സെർച്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് ആ വീട്ടിലെ ഒരു മുറി മാത്രം പുറത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നതായി കാണുന്നത്. അത് കണ്ട രോഹൻ ആ മുറി പതിയെ തുറന്നു നോക്കുകയാണ്. ആ റൂമിലെ കാഴ്ച കണ്ട രോഹൻ ശരിക്കും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അതായത് ആ റൂമിലെ കട്ടിലിൽ ആഴ്ചകളോ മാസങ്ങളോ പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ടായിരുന്നു. ഒപ്പം ആ ഡെഡ് ബോഡിയുടെ കാലിലാണെങ്കിൽ കനിയുടെ വീട്ടിൽ നിന്നും കാണാതെ പോയ കനിയുടെ ചിലങ്കയും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് രോഹൻ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് രോഹന്റെ തലയ്ക്ക് പുറകിൽ വലിയൊരു കമ്പ് വെച്ചുള്ള അടി കിട്ടുന്നത്. അടികൊണ്ട് രോഹൻ നിലത്ത് വീഴുകയും ചെയ്തു. രോഹനെ അടിച്ചത് വേറെ ആരുമല്ല, എൽസമ്മ ചേച്ചി തന്നെയായിരുന്നു. അതെ, ആ കട്ടിലിൽ കിടക്കുന്നത് വേറെ ആരുമല്ല, എൽസമ്മ ചേച്ചിയുടെ മകൻ മനു എന്ന ഫിലിപ്പ് തന്നെയായിരുന്നു. അടികൊണ്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന രോഹനോട് എൽസമ്മ ചേച്ചി പറയുകയാണ്, എന്നെങ്കിലും ഒരിക്കൽ എന്റെ മകനെ തേടി ആരെങ്കിലും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അത് മോനായിരിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ ഫിലിപ്പിന് ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചു കഴിഞ്ഞാലും അവന്റെ ശീലങ്ങളൊന്നും തെറ്റരുത് എന്നുള്ള ആഗ്രഹം. അതിന് ഞാൻ ഇന്ന് വരെ ഒരു മുറക്കവും വരുത്തിയിട്ടില്ല. എന്റെ മോന് കനിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കനിയുടെ മുറിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ അവളുടെ ഒരു ഫോട്ടോ ഞാൻ ഇവന് കൊണ്ട് കൊടുത്തു. പിന്നീട് ഓരോ ദിവസങ്ങളിലും അവളുടെ മാലയും കമ്മലും എന്തിന് അവൾ കഴിച്ചിട്ട് കളയുന്ന ബിസ്ക്കറ്റിന്റെ കവർ പോലും ഞാൻ ഇവന് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ മുറി മുഴുവനും കനിയുടെ സാധനങ്ങളാണ്. അവളുടെ സാധനങ്ങളെല്ലാം എന്റെ മകന്റേതാണ്. എന്റെ മകന്റെ അവസാന നാളുകളിൽ കനിയുടെ ചിലങ്ക ഞാൻ അവന്റെ കാലിൽ കെട്ടിക്കൊടുത്തപ്പോൾ അവൻ ഒത്തിരി സന്തോഷമായി. ആ സന്തോഷമാണ് അവനെ ഇപ്പോഴും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ അവളുടെ ഫോട്ടോയും സാധനങ്ങളുമെല്ലാം കണ്ടുകൊണ്ടിരിക്കാനല്ലാതെ അവളോടൊന്ന് നേരിപ്പോയി മിണ്ടാനോ അവന്റെ ഇഷ്ടം തുറന്നു പറയാനോ എന്റെ കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞില്ല. മരിച്ചു പോയവരെയെല്ലാം ദൈവം ഒരിക്കൽ തിരിച്ചു വിളിക്കും. പക്ഷേ എന്റെ മകന്റെ വിധി അവൻ തന്നെയാണ് എഴുതിയത്. അവൻ ഇവിടം വിട്ട് എവിടെയും പോകില്ലെന്നും ഈ മരണം അവന്റെ ഒരു തുടക്കം മാത്രമാണെന്നും അവനാണ് എനിക്ക് പറഞ്ഞു തന്നത്. എന്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, എന്തിന് ദൈവത്തിന് പോലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് എൽസമ്മ ചേച്ചി തന്റെ വീടിന്റെ പുറകിൽ പോയി രോഹനെ കുഴിച്ചു മൂടുന്നതിനുള്ള കുഴി കുത്തുകയാണ്. അതേസമയം രോഹനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ രോഹനെ തേടി മധുസൂദനൻ എൽസമ്മയുടെ വീട്ടിലെത്തിയിരുന്നു. എൽസമ്മയുടെ വീടിന്റെ മുറ്റത്തായി രോഹന്റെ വണ്ടി കിടക്കുന്നത് കണ്ട മധുസൂദന് എന്തോ ഒരു പന്തികേട് തോന്നുകയും ചെയ്തു. അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ മധുസൂദനൻ ആ വീടിന് ചുറ്റും തേടി നോക്കുമ്പോഴാണ് എൽസമ്മ അവിടെ നിന്നും കുഴി കുത്തുന്നതായി കാണുന്നത്. അത് കണ്ട മധുസൂദനൻ പതിയെ വീടിനകത്ത് കയറി നോക്കുമ്പോഴാണ് രോഹൻ അടികൊണ്ട് ബോധം കെട്ട് കിടക്കുന്നതായി കാണുന്നത്. അങ്ങനെ മധുസൂദനൻ പതിയെ രോഹനെ വിളിച്ചുണർത്തുകയാണ്. അപ്പോഴാണ് മധുസൂദനനും ഫിലിപ്പിന്റെ ആ ബോഡി കാണുന്നത്. അതേസമയം രോഹൻ മധുസൂദനോട് നമുക്ക് എത്രയും വേഗം പോലീസിനെ വിവരം അറിയിക്കണം, വേഗം പോലീസിനെ ഫോൺ ചെയ്യാൻ പറയുകയാണ്. അതിന് മധുസൂദനൻ പോലീസിനെ വിളിക്കാൻ വരട്ടെ, ഈ ഡെഡ് ബോഡിയുടെ കാലിൽ കിടക്കുന്ന ചിലങ്കയാണ് ഇതിന്റെ ആത്മാവിനെ ഇവിടെ നിന്നും വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതിനാൽ നമുക്ക് ആ കാലിൽ നിന്നും ചിലങ്ക അഴിച്ചു മാറ്റണം. അങ്ങനെ അവർ രണ്ടുപേരും ആ ബോഡിയിൽ നിന്നും ചിലങ്ക അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ബോഡി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നതിനാൽ തന്നെ ആ ചിലങ്ക ആ ബോഡിയുടെ കാലുമായി ഒട്ടിച്ചേർന്നിരുന്നു. അതിനാൽ തന്നെ അവർക്ക് ആ ചിലങ്ക അഴിച്ചു മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മധുസൂദനൻ രോഹനോട് അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തുകൊണ്ടുവരാൻ പറയുകയാണ്. കത്തിയെടുക്കാനായി രോഹൻ അടുക്കളയിലേക്ക് വരുമ്പോൾ അതാ നിൽക്കുന്നു നമ്മുടെ എൽസമ്മ ചേച്ചി. അങ്ങനെ എൽസമ്മ ചേച്ചി തന്റെ കയ്യിലിരുന്ന പിക്കാസ് കൊണ്ട് രോഹനെ ആക്രമിക്കുകയാണ്. വത്സമ്മ ചേച്ചിയുടെ ഓരോ വെട്ടിൽ നിന്നും തലനാരിഴക്കാണ് രോഹൻ രക്ഷപ്പെടുന്നത്. അതേസമയം ഫിലിപ്പിന്റെ ആത്മാവ് മധുസൂദനെ അടിച്ച് താഴെ വീഴ്ത്തുകയാണ്. അതേസമയം രോഹൻ ഒരു തരത്തിൽ എൽസമ്മ ചേച്ചിയെ അടിച്ചു വീഴ്ത്തി അടുക്കളയിൽ നിന്നും ഒരു കത്തിയും എടുത്തുകൊണ്ട് ഫിലിപ്പിന്റെ റൂമിലേക്ക് വരികയാണ്. നോക്കുമ്പോഴതാ മധുസൂദനൻ അവിടെ ബോധം കെട്ടുകിടക്കുന്നു. അത് കണ്ട രോഹൻ വേറെ വഴിയില്ലാതെ ഫിലിപ്പിന്റെ കാലിലുള്ള ചിലങ്ക മുറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ചിലങ്ക മുറിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയം ഫിലിപ്പിന്റെ ആത്മാവ് ഇവിടെ മധുസൂദനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അത് കണ്ട് കട്ടക്കലിപ്പായ രോഹൻ തന്റെ കയ്യിലിരുന്ന കത്തി വെച്ച് ആ ചിലങ്കയോടൊപ്പം ഫിലിപ്പിന്റെ കാല് സഹിതം മുറിച്ചെടുത്ത് അവിടെ കത്തിക്കൊണ്ടിരുന്ന അടുപ്പിനകത്തേക്ക് കൊണ്ടിടുകയാണ്. പെട്ടെന്ന് ഒരു വലിയ അലർച്ചയോടെ ഫിലിപ്പിന്റെ ആത്മാവ് അവിടം വിട്ടു പോവുകയാണ്. ഒപ്പം ഫിലിപ്പിന്റെ ആ റൂമിന് തീ പിടിക്കുകയും ചെയ്തു. അത് കണ്ട രോഹൻ വേഗം മധുസൂദനെയും കൊണ്ട് ആ വീടിന് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ ഫിലിപ്പിന്റെ അമ്മ എൽസമ്മ അപ്പോഴും ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരും തന്റെ മകന്റെ ശരീരത്തിനോടൊപ്പം കത്തി ചാമ്പലാകുന്നതിനായി ഫിലിപ്പിന്റെ റൂമിലേക്ക് വരികയാണ്. അതേസമയം അകത്തേക്ക് വന്ന രോഹൻ എൽസമ്മയെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതെ, അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം അവസാനിച്ചു. മധുസൂദനൻ കോൺട്രാക്ടർ ആണെങ്കിൽ കോൺട്രാക്ടർ ജോലിയോടൊപ്പം തന്നെ തന്റെ അച്ഛനെ പോലെ തന്നെ ജോൽസന്റെ ജോലിയും ചെയ്യാൻ തുടങ്ങിയിരുന്നു. എൽസമ്മയെ എൽസമ്മ
സുവന്നയുടെ ആങ്ങളെ വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. രോഹനാണെങ്കിൽ യുഎസിലുള്ള തന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ രോഹൻ പോകാനായി റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രോഹൻ കനിയുടെ വീട്ടിൽ തിരികെ കൊണ്ടുപോയി വെച്ച കനിയുടെ ആ ചുവന്ന ഹെയർ ക്ലിപ്പ് രോഹന്റെ കട്ടിലിൽ കിടക്കുന്നതായി കാണുന്നത്. പെട്ടെന്ന് രോഹന് തന്റെ തലമുടിയിൽ ആരോ തലോടുന്നത് പോലെ തോന്നുകയാണ്. അതെ, കനിയുടെ ആത്മാവ് ഇപ്പോഴും രോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.